ഡിജിറ്റൽ യുഗത്തിൽ പുതിയ തലമുറ പല സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. തൊഴിലും ബിസിനസ്സും മാത്രമല്ല, പണം കണ്ടെത്താൻ എന്തു വഴിയും തുറന്നിട്ടിരിക്കുകയാണ് ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും. നാട്ടിലെ ലഹരി മാഫിയ സംഘങ്ങൾ MDMAയ്ക്കും കൊക്കൈനും പിന്നാലെ പായുമ്പോൾ മൂവാറ്റുപുഴക്കാരൻ എഡിസൺ മയക്കുമരുന്ന് ഇടപാടിന് കണ്ടെത്തിയ വഴിയാണ് ഡാർക്ക് നെറ്റ്. കോവിഡിന് ശേഷം ഡാർക്ക് വെബ് ലഹരി വ്യാപാരത്തിലേക്ക് കടന്ന എഡിസൺ കെറ്റാമെലോൺ എന്ന വെബ്സൈറ്റ് വഴി 2 വർഷം കൊണ്ട് വൻകിട ഓൺലൈൻ ലഹരി ഇടപാടുകാരനായി മാറി. ഓൺലൈൻ ട്രേഡിംഗ് ഇടപാടുകളെന്നാണ് അയാൾ കുടുംബത്തോട് പറഞ്ഞിരുന്നത്. കേസിൽ പിടിയിലായ മുഖ്യപ്രതി എഡിസണെയും കൂട്ടാളി അരുൺ തോമസിനെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് NCB. തിങ്കളാഴ്ച അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. മുഖ്യപ്രതി എഡിസനെയും കൂട്ടുപ്രതി അരുൺ തോമസിനെയും കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ തീരുമാനം. പാഴ്സൽ വഴി ഇടപാടുകാർക്ക് ലഹരി എത്തിക്കാൻ സഹായിച്ച ഇടനിലക്കാരനെ കണ്ടെത്തുവാനും ശ്രമം തുടങ്ങി. 1 കോടി രൂപയുടെ ക്രിപ്റ്റോ കറൻസിയാണ് എഡിസണിൽ നിന്നും കണ്ടെത്തിയത്. ഇരുവരും ചേർന്ന് 1.5 വർഷമായി 700-ലധികം ഇടപാടുകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയതായി വ്യക്തമായി. അങ്ങനെയെങ്കിൽ ലഹരി വിൽപ്പനയിലൂടെ എഡിസൺ സമ്പാദിച്ച കോടികൾ എവിടെയെന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഡാർക്ക് നെറ്റ് വഴി കോഡ് ഭാഷയിലാണ് എഡിസൺ ആശയവിനിമയം നടത്തുന്നത്. ഇത് ഡീകോഡ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. അതേസമയം രാജ്യത്തെ നഷ്ടത്തിലായ മരുന്ന് കമ്പനികളെ സ്വാധീനിച്ച ഡാർക്ക് വെബ് കാർട്ടിൽ ലഹരി മരുന്ന് ഉൽപ്പാദിപ്പിച്ചതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി. ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ച 1 ദശലക്ഷം വേദനസംഹാരി ഗുളികകൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചതായി US ഫെഡറൽ ഏജൻസിയായ NIDA അറിയിച്ചു. കേരളത്തിലെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ട്രമഡോൾ, ഫെന്റോനിൽ തുടങ്ങിയ രാസനിർമ്മിത വേദനസംഹാരി വൻതോതിൽ വിറ്റഴിച്ചതായി എക്സൈസ് ഇന്റലിജൻസ് കണ്ടെത്തിയിരുന്നു. കേസിൽ പിടിയിലായ 4 പ്രതികളും ഇക്കാര്യം സ്ഥിരീകരിച്ചു. അറസ്റ്റിലായ പ്രതികളുടെ ലാപ്ടോപ്പ് ഉൾപ്പെടെ പരിശോധിച്ച കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് നീക്കം. ന്യൂസ് 18 കൊച്ചി.